ഹേ ഗായ്സ്, നമസ്കാരം. ഞങ്ങളുടെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ജയ്സമ്മയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള യാത്ര വേറെ ശോകമായിരുന്നു. വേറൊന്നല്ല, 10 പിള്ളേരെയും കൊണ്ട് 3-4 ഫാമിലി ട്രെയിനിൽ കയറിപ്പോൾ തൊട്ട് പിള്ളേർക്ക് തൊട്ടാക്കാച്ച് കളിക്കണം, ബേബി ഷാർക്ക് കേൾക്കണം. എൻ്റെ അമ്മേ, 2-3 എണ്ണത്തിനെ പിടിച്ച് ബാത്റൂമിട്ട് പൂട്ടിയാലെന്ന് പോലും ഞാൻ ആലോചിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ 1-1.5 ദിവസം തള്ളി നീക്കി അങ്ങനെ രത്നാമിലെത്തിയപ്പോൾ ഈ പണ്ടാരങ്ങളൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ ഈ സന്തോഷത്തിൽ ഞങ്ങൾ 2 ബിരിയാണി ഓർഡർ ചെയ്തു, അതും വേറോസിൻ്റെ. എന്നാ ടേസ്റ്റാണെന്ന് ഈ ബിരിയാണിക്ക്. ട്രെയിനിൽ എപ്പോൾ യാത്ര ചെയ്താലും പറ്റിയ ഓണലൊക്കെ ഞങ്ങൾ മേടിക്കാറുണ്ട്. അങ്ങനെ ബിരിയാണിയും കഴിച്ചു, കയറി കിടന്നുറങ്ങി. ഇനി ഈ ട്രെയിൻ ഞങ്ങൾ 12 മണിക്ക് അവിടെ എത്തിക്കും. ഒരു ലോക്കൽ സ്റ്റേഷനാണത്. അവിടെ നിന്ന് 1:30ക്കാണ് വേറെ ട്രെയിൻ. ഞങ്ങളിപ്പോൾ എവിടെയാണെന്നറിയോ? സീതാഫൽ മണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ സ്റ്റേഷനെ കുറിച്ച് കേൾക്കുന്നത്. എവളുടെ വീട്ടിൽ പോകുന്ന വഴിക്കൊരു സ്റ്റേഷനാണ്. ഒരു ട്രെയിൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ട് പോയി, ലോക്കൽ ട്രെയിൻ പിടിക്കാനായിട്ട്. ആ ട്രെയിൻ 4 മണിക്കേ വരത്തോളൂ. വരേണ്ട സമയം 1:30 ആയിരുന്നു. സോറി, തെലുങ്ക് എനിക്കറിയത്തില്ല. സുൻക പത്താ ക്യാ ബോൾ रहे? घुटना कमर दर्द होता है तुम्हें? कुछ हॉस्पिटल का नाम बता रहे. ഇതാണ് ഇവിടെയൊക്കെയാണ് നടക്കുന്നത്. ട്രെയിനിൻ്റെ കാര്യങ്ങൾ വെച്ച് ബാക്കി എല്ലാം നടക്കുന്നുണ്ട്. നടുവേന, മുട്ടുവേന, കാലുവേന, മുതുകുവേന ഉള്ളവർക്ക് ഇന്ന ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം എന്നൊക്കെ വിളിച്ചു പറയുന്നതെന്ന്. ഇതൊക്കെ ഉണ്ടല്ലോ എവളുടെ നാട്ടിലോട്ട് പോകുമ്പോൾ കിട്ടുന്ന പണി ഇതൊക്കെ. ആരും അറിയില്ലാത്തൊരു സ്റ്റേഷനെ കൊണ്ട് ഇട്ടേക്കാം. ഞാൻ കാണിച്ചില്ല സ്റ്റേഷനിൽ ഇപ്പോൾ എത്ര പേരുണ്ടെന്ന്. നോക്കി, എത്ര വിജനമെന്ന്. ആരുമില്ല, 1-2 ആൾക്കാർ അവിടെ തൂങ്ങി നിൽപ്പുണ്ട്. അത് ഞങ്ങൾ 2 അല്ലാതെ വേറെ ആരുമില്ല ഇവിടെ ഇപ്പോൾ. അങ്ങനെ 2 മണിക്കൂറിന് കാത്തിരിപ്പിനുള്ളിൽ മനസ്സിലായി റെയിൽവേ ഞങ്ങൾക്ക് വേണ്ടി ഒരു ട്രെയിനും തരാൻ താല്പര്യമില്ലാന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് 42 കിലോമീറ്റർ പോകാൻ തീരുമാനിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് 2 പേർക്കും വഴി അറിയത്തില്ല, തിരിച്ചു പോകാനില്ല. ഗൂഗിൾ ഡയറക്ഷനിൽ നോക്കി എല്ലാം നല്ല റേറ്റാണ്. ബസ് പിടിച്ച് പോകാമെന്ന് വെച്ചാൽ തെലുങ്ക് വായിക്കാൻ അവക്കും എനിക്കും അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ യാത്ര ഇവിടെ കൊണ്ട് നിർത്തി ഗായ്സ്. അപ്പം തന്നെ ഒരു ഊബർ ബുക്ക് ചെയ്തു, ഞങ്ങൾ അവിടെ നിന്ന് ചാടി ഗായ്സ്. പക്ഷെ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് യാത്ര വെറും ഇടറൂട്ടി കുട്ടികളെ കൊണ്ടുപോയത്. ശരിക്കും ഒരു ധാരാളം ഫീൽ തന്നൊരു വഴിയല്ലായിരുന്നു കേട്ടോ അത്. പിന്നെ വണ്ടി ഇച്ചിരി സിറ്റിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ സമാധാനമായി. കാരണം റോഡിന് ഇച്ചിരി വണ്ണം വെച്ചൊക്കെ കിട്ടി. അവിടെ ഇവിടെയും പൂക്കൾ കണ്ടു. പിന്നെ കടയൊക്കെ അലങ്കരിച്ച് വെച്ചേക്കുന്നത് കണ്ടു. പിന്നെ അതേ പടക്കം, അത് അവിടെ നിന്ന് പൊട്ടുന്ന കേട്ടോ മനസ്സിലായി ദീപാവലി ഓണാണ്. ഇടറൂട്ടിൽ നിന്ന് വണ്ടി മെയിൻ സിറ്റിലോട്ട് കയറിയപ്പോൾ തൊട്ട് സീൻ ആകെ മാറി ഗൈസ്. എങ്ങും ദീപാവലിയിട്ടൊരു മണം തന്നെ അടിച്ചു തുടങ്ങി. എവിടെ നോക്കിയാലും കച്ചവടക്കാരായിരുന്നു. പൂക്കൾ വയ്ക്കുന്നവരും വായത്തണ്ട് വയ്ക്കുന്നവരും കരിമ്പ് വയ്ക്കുന്നവരും കോലത്തിനുള്ള പൊടി വയ്ക്കുന്നവരും ഒക്കെ ആയിട്ട്. പക്ഷെ ഇതൊന്നും അല്ല എന്നെ ഞെട്ടിച്ചത്. ദേ യവൻ കിലോയ്ക്ക് പടക്കം വയ്ക്കില്ല. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ഇതൊന്നും. ആദ്യമായിട്ടാണ് ഞാൻ ഇതാ കാണുന്നത്. സത്യം പറയല്ലോ, ഞങ്ങളുടെ കേരളത്തിൽ ഞാനിതുവരെ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു ആഘോഷം. ശരിക്കും പറഞ്ഞാൽ കിലോയ്ക്ക് നമ്മൾ അരിയും പഞ്ചാരം വിൽക്കുന്നതിനൊക്കെയാണ് ഇവിടെ പടക്കം വയ്ക്കുന്നത്. ആദ്യം കരുതി കമ്പിത്തിരി കിലോയ്ക്ക് ഇത്ര അങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു കവറി എടുത്തിടാം. അവസാനത്ത് എത്ര കിലോ വരുന്നോ അന്നേരം വയ്ക്കുന്നു. ഓരോ കടയ്ക്ക് ഓരോ വില കേട്ടോ. പിന്നീട് അങ്ങോട്ട് വഴിനീളം മുഴുവൻ ഇതേ കാഴ്ചകളായിരുന്നു. ഫുള്ള് പടക്കം വയ്ക്കലും തോരണം വയ്ക്കലും ഒക്കെ ആയിട്ട്. കാവ്യയുടെ വീട്ടിലേക്ക് കയറുന്ന വാക്കിന് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന് ഗോപുരമായത്. അങ്ങനെ നീണ്ട 1.5 മണിക്കൂർ കാർ യാത്ര ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. എന്നെക്കാട്ടും കൂടുതൽ എക്സൈറ്റ് അവളായിരുന്നു കേട്ടോ. കാരണം അവിടെ സണ്ണിയുണ്ട്, അവളുടെ വളർത്ത് പുത്രൻ, ദ ഗോൾഡൻ റിട്രീവർ. ഇനി അവരുടെ ഒരു 15-20 മിനിറ്റത്തെ സ്നേഹപ്രകടനമുണ്ട്. കുറേ കെട്ടിപ്പിടുത്തവും കരച്ചിലും ഊളയിടലും ഒക്കെ ആയിട്ട്. അപ്പോഴൊക്കെ നമ്മളൊക്കെ വെറും കാക്കാൻ്റെ കൂട്ടി ഇങ്ങനെ പോസ്റ്റ് അടിച്ച് അവിടെ നിൽക്കണം. പക്ഷെ അവൻ നമ്മളെ കുറച്ച് മൈൻഡൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കല്യാണത്തിന് മുന്നേ അവരമ്മയും മോനും മാത്രമുള്ള ലോകമായിരുന്നു അത്. ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി അവളെ അടിച്ചുണ്ടെങ്കിൽ പോയിരുന്നു. അതിൻ്റെ ഒരു സങ്കടം ദേശിക്കാൻ അവൻ എന്നോടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞാൽ കേൾക്കും, ചിലപ്പോഴൊക്കെ വാലാട്ടി കാണിക്കുകയും ചെയ്യും. പക്ഷെ അനുസരിക്കുന്നൊന്നുമില്ല കേട്ടോ എന്നെ. അവൻ എന്നാലും ഉള്ളിൻ്റെ ഉള്ളൊരു ചെറിയൊരു ഗ്രഡ്ജ് ഉണ്ട് എന്നോട്. അവൻ്റെ അമ്മ അടിച്ചുകൊണ്ടേ മുതലല്ലയോ ഞാൻ. മോശം പറയില്ലല്ലോ. അവൻ എന്നെയും കുറച്ച് മൈൻഡ് ചെയ്തു. കുറച്ച് നേരം എൻ്റെ കൂടെ എങ്ങനെ തുള്ളിച്ചാടി കുറച്ച് നേരം നിന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഞാനും ഒന്ന് ചിരണ്ടി കൊടുത്തു. അവന് ഒന്ന് മൈൻഡാക്കി. എന്നാലും വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല അവന്. ഞാൻ പിടിച്ചെടുത്ത് മൈൻഡാക്കലായിരുന്നു. കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പം ഞാനും വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ. അവസാനം വാതിൽക്ക് നിന്ന് കാത്ത് മടുത്തിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾക്ക് 8 മാസത്തെ കാത്തിരിപ്പിനൊടുവിലൊരു സീൻ കാണിച്ചു തരാം.
ഇത് കണ്ടോ, ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവരുടെ ഈ ജസ്റ്റ് വേറെ ഒരു കെട്ടിപ്പിടുത്തവും ഒരു ഉമ്മയിലും അങ്ങ് നിന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു 26 എപ്പിസോഡോടെ ഉള്ളൊരു അമ്മയുടെ സീരിയൽ ഇപ്പോൾ ഓടിയാന്. അപ്പോഴത്തേക്കും അമ്മ പയ്യെ ഇമോഷണലായി തുടങ്ങി. അമ്മയെ കണ്ടിട്ട് അവർക്കും സങ്കടം വന്ന് തുടങ്ങി. ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ അമ്മയും മോളും ഇപ്പോൾ ഇരുന്ന് കരയും. അങ്ങനെ ഇപ്പോൾ സൂചിക്കണ്ട, ദീപാവലിയല്ലേ, കരയൊക്കെ ഞാൻ വീടില്ല വേണ്ടത്. ഞാൻ വളരെ ശക്തിയായി വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും ദേ രണ്ടുപേരും അകത്തേക്ക് ഓടി. ഇനി ഒരു കാര്യം ചെയ്യാം, ബാക്കി വിശേഷം അടുത്ത വീഡിയോ പറയാം.